അച്ഛാ ഞാൻ ഒരു സ്വപ്നം കണ്ടച്ചാ. ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്ന വഴിയായിരുന്നു. വഴിയിലെങ്കിൽ ആരുമില്ല. എന്നിട്ട് ഞാൻ നടക്കുമ്പോ എന്റെ പുറകെ ഒരു 3-4 പേര് ഫോളോ ചെയ്ത് എന്റെ കാറിലിട്ട് തട്ടിക്കൊണ്ടുപോയച്ചാ. അതൊക്കെ സാധാരണ മോളെ. നല്ല പ്രാർത്ഥിച്ച് കിടന്നാ മതി. എന്ത് പറ്റി മോളെ? എന്ത് പറ്റി? അവളൊരു സ്വപ്നം കണ്ടു. അവളെ ആരോ തട്ടിക്കൊണ്ടുപോയിന്ന്. സ്വപ്നം കണ്ടെന്നോ? അയ്യോ, അങ്ങനെ സ്വപ്നം കണ്ടാ വെറുതെ തള്ളിക്കളയാവുന്നല്ല കേട്ടോ മോളെ. പണ്ട് അപ്പൻ ഇതുപോലൊരു സ്വപ്നം കണ്ടതാ, എന്നെ തൂക്ക് കൊല്ലുന്നതായിട്ട്. എന്നിട്ട് എന്തുവാ, 1.5 ആഴ്ച കഴിഞ്ഞപ്പോ സത്യവതിയുടെ അമ്മ ഞാൻ കെട്ടി. ഓ, കോമഡി പറയാൻ പറ്റിയ സമയം. അയ്യോ, അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ നീ പറയാതെ. ഇപ്പൊ പത്രത്തിലും ടിവിയിലും ഒക്കെ വരുന്ന വാർത്തകളൊക്കെ കണ്ടോ, പെണ്ണുങ്ങളെ ആക്രമിക്കുന്നതായിട്ട്. എപ്പോഴും പെണ്ണുങ്ങളുടെ കൂടെ ആണുങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുമോ? അത് പക്ഷെ അതിനെ പ്രതിരോധിക്കാനായിട്ട് കുറച്ച് അഭ്യാസങ്ങളൊക്കെ ഈ പെണ്ണുങ്ങളെ പഠിപ്പിക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് ഈ കടലിയ. ഇപ്പൊ ഈ കൊൻപു, കരാട്ട, മറ്റേത് മറിച്ച ഇതൊക്കെ ആർക്ക് വേണം ഇവിടെ? അച്ഛൻ പറഞ്ഞാൽ ഒരു കാര്യം സത്യ, നമുക്ക് ഇവിടെ കരാട്ടെ പഠിപ്പിക്കാം. അയ്യോ, പിന്നെ ഇയാളെ കരാട്ടെ പഠിപ്പിക്കാൻ നീ എവിടുന്ന് ആളെ കൊണ്ടുവരാനാ? ഞാനല്ല, സത്യവതി വിചാരിച്ച ഇന്ത്യ എന്നല്ല വിദേശത്ത് തന്നെ നാളെ ഇവിടെ ആളെത്തും. കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച വഴിയിൽ വരുന്നത് കണ്ടു. വെറും വഴിയിലൂടെയല്ല, ചുവന്ന പട്ട് വിരിച്ച വഴിയിലൂടെ വന്നു എന്ന് പറ. മോളെ, ഉദ്ഘാടനത്തിന്റെ അച്ഛൻ്റെ ഒരു കളരി പൈപ്പ് കൂടെ നടത്തിയാലോ? വേണ്ട. അത് കരാട്ടെ മാസ്റ്റർ ബി വേണുഗോപാലിന്റെ അഭ്യാസ പ്രകടനം ഉദ്ഘാടനത്തിന് ശേഷം വെച്ചിട്ടുണ്ട്. നെല്ലില് എന്തോ ഒന്ന് കേക്കട്ടെ. എന്താ? ബി വേണുഗോപാൽ. ബി വേണുഗോപാലോ? അയ്യേ, ഏതെങ്കിലും കരാട്ടക്കാരി ഒരു പേരിടുവോ മോളെ? അതൊരു പാട്ടുകാരുടെ പേരല്ലയോ? അയ്യേ, അത് ശരിയല്ല. ബ്ലാക്ക് ബെൽറ്റ് വേണുഗോപാൽ, അതാണ് ബി വേണുഗോപാൽ. എന്ത് ബെൽറ്റ് ആയാലും അതൊക്കെ വളരെ മോശമാണ്. അതൊക്കെ വൃത്തിയോടാ. അത്തരം പേരൊന്നും അല്ല പാടില്ല. വീരേട്ടാ, നമ്മുടെ ജില്ലാ കമ്മിറ്റിക്കാരൊക്കെ വരുന്നുണ്ടേ, അവർക്ക് അവരിലൊരു ശ്രദ്ധ വേണമെങ്കിൽ കുറച്ചൊന്ന് സൂചിപ്പിച്ചേക്കും. മോളെ, ഈ ജില്ലാ കമ്മിറ്റിക്കാർ ഇങ്ങനെ നടന്നു വരുമ്പോഴേ നമുക്ക് ഒരു നല്ല ചുമന്ന പരമനാനി വിരിക്കണ്ടായോ? എന്തോന്ന് പരമനാനി കണ്ടിട്ടില്ലേ? പരവതാനി. രണ്ടു വന്ന് തന്നെ. എങ്ങനെ? ഞാൻ പറഞ്ഞതേ ഉള്ളു, വേണമെങ്കിൽ നിങ്ങൾ വിരിച്ചാ മതി. ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല. കുറവും പാടില്ല, കൂടുതലും പാടില്ല. കൂടുതല് പരിപാടിക്ക് കുറെ ആളുണ്ടായാലല്ലേ ഗംഭീരാവുള്ളൂ. എന്റെ പൊന്നു ചേട്ടാ, ഇതൊക്കെ വരുന്ന ടീമുകൾ ആരൊക്കെയെന്ന് അറിയോ? എല്ലാം തീറ്റി പണ്ടാരങ്ങളാണ്. ഇതിനൊക്കെ വച്ച് വളമാനൊന്നും എന്നെ കിട്ടൂല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പരിപാടിയൊക്കെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ 5 പൈസ ചെലവില്ലാതെ നല്ലൊരു പരിപാടി നടത്താം. 5 ചുളുവി നടത്തിക്കരാം. എൻ്റെ ഒരു അവസാനം എൻ്റെ ഒരു കളരി പൈസ ഈ ജില്ലാ കമ്മിറ്റിക്കാരൊക്കെ വരുന്നില്ലയോ? അതാ വേണ്ടെന്ന് പറഞ്ഞത്. സത്യവതി, നമ്മുടെ കയ്യിലിരിക്കുന്ന അവരുടെ കാശുകൊണ്ട് അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? ഞാൻ തീരുമാനിച്ചോളാം. കൂടുതൽ ഉപദേശമൊന്നും വേണ്ട. നീ അവളോട് പറഞ്ഞേ ഈ കാര്യം ഒന്ന് നടത്തി തരണം. എന്ത്? നീ പറഞ്ഞ അവള് കേൾക്കും. എന്താണ്? എന്താണെന്നറിയോ? ഒരു പുതിയ സാധനം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ശരിക്കും? എന്നാലേ അത് കയ്യിൽ വെച്ചാൽ മതി. ഇയാള് പറഞ്ഞ അവളെ കൊണ്ട് കേൾക്കാൻ പോവില്ലയോ? എവനോടൊക്കെ പറഞ്ഞ എന്നെ വേണം തല്ലാനാ. അവളുടെ ഒരു സ്വാതന്ത്ര്യം ആരോടാണ് സ്ത്രീ സ്വാതന്ത്ര്യം ചോദിക്കുന്നത്? ഭർത്താവിനോടാ, അല്ലെങ്കിൽ മക്കളോടാ, അല്ലെങ്കിൽ ഉണ്ടാക്കിയ തന്തനോടും തള്ളനോടാ? ഓ, അവളെ ആ സാരംഗതന്റെ അല്ലേ മോള്, അവൾ അതും അതിന്റെ അപ്പുറവും പറയും. അവനെ ഞാൻ നോട്ടോട്ടിരിക്കാണ്. എന്തിന്? ആ നോട്ടു അല്ലടാ, അവനെ ഞാൻ എന്റെ കയ്യിലങ്ങനെ കിട്ടിയാലുണ്ടല്ലോ, ഞാനേ പടം പൊടിക്കണ പോലെ ഞാൻ ഇങ്ങനെ പൊട്ടിച്ചത്. പപ്പടമല്ല, പരിപ്പോടെയാണ്. അതേടാ, അവനെ എന്തെങ്കിലും ഓടി എന്റെ കൈ കിട്ടും. ഞാനത് നോക്കി നടക്കണ്. എടാ പോത്തെ, താരെങ്കിലും വിഷമാണെങ്കിൽ അവള് സത്യവതി വിഷമെത്താണ്. അവളെ അവക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഉഗാണ്ടയിൽ പോട്ടറാ. അമ്മച്ചൊരു ഉണ്ടെങ്കിൽ എടുത്ത്. ഓ, ഉഗാണ്ടയുടെ കാര്യം പറഞ്ഞ ഉണ്ടാണ്. പാനി വേഗം എടുക്കടാ. ഞാനൊരു പഴഞ്ചന, പക്ഷെ കണ്ട ന്യൂ ജനറേഷൻ ലുക്കാ. ഒന്ന് പോടാപ്പ. എന്നാലേ ഈ രാഷ്ട്രീയത്തിന്റെ അടിയും തടവൊക്കെ എനിക്കറിയാം. എടാ, കഴിഞ്ഞ അവിടെ സത്യവതി ജയിക്കാൻ കാര്യം എന്താണ്? അവളുടെ തന്ത്രം. അവള് ചിഹ്നം എന്തായിരുന്നു? എടാ, എന്താണ് നീ ഇങ്ങനെ ഇരിക്കണ? എന്തായിരുന്നു ചിഹ്നം? ആന. അവളെ ആനപ്പുറത്ത് നിന്നാണ് വോട്ട് പിടിച്ചത്. ശരിയാ. എതിർപക്ഷത്തിന് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാതായി പോയി. അമ്മച്ചി എതിർപക്ഷക്കാരന്റെ ചിഹ്നം എന്ന് പറഞ്ഞ കുന്തോയിരുന്നു. അവൻ കുന്തത്തിന്റെ പുറത്ത് കയറുന്നു വോട്ട് പിടിക്കാൻ. അവൻ എന്തായാലും ഉട്ടാപ്പിയ. അതാണ് ഞാനീ പറഞ്ഞത്, കാര്യങ്ങൾ അറിയാൻ പാടില്ല. അല്ല അമ്മച്ചി, നമ്മുടെ ഈ നേതാവിനെ ഇങ്ങനെ നിർത്തിയാ മതിയാ? പിന്നെ നിർത്തിത്തരാം, അവൻ ഇരിക്കല്ലോ അവിടെ. അല്ല, നേതാവിനെ കൊണ്ടൊരു പെണ്ണായി കെട്ടിക്കണ്ടേ? അമ്മച്ചി അടുക്കളയിൽ കിടന്ന് തീയും പോയ കൊള്ളതിന്റെ ദണ്ണം കണ്ടിട്ട് ഞാൻ പറഞ്ഞാ കേട്ടാ.
കിട്ടി. അവന്റെ ഒരു ദണ്ണം അങ്ങനെ അത്ര വലിയ ദണ്ണമാണെങ്കിലേ നിന്റെ വീട്ടിൽ നിന്ന് പെണ്ണുമ്പിളുടെ കൂടെ ഒന്ന് എന്റെ അടുക്കളയോട്ട് എടുത്തടാ. അമ്മച്ചി അതിലും വരെ ഞാൻ കെട്ടാതിരിക്കണേ. നീ ഒന്നും ഉണ്ടായിരുന്നടാ. അവനൊരു കാര്യം പറയാൻ വന്നേക്കണ്. അവന് ഭയങ്കര ദണ്ണോന്ന് ഞാൻ അടുക്കളയിൽ കിടന്ന് പോകേണേ ഇനി. ഞാൻ എന്റെ മോനെ ഇങ്ങനെ ഇരിക്കണേന് കാര്യമുണ്ടാ. എന്ത് കാര്യം? അവനൊരു മന്ത്രിയാക്കണ ഞാൻ പെണ്ണെട്ടിക്കോളൂ. എനിക്ക് എന്റെ മോനെ സ്റ്റേറ്റുകാരന്റെ തിരുത്തിക്കൊണ്ടേ അതിന്റെ പുറകിൽ ഇരുന്ന് നെളിഞ്ഞി ഇങ്ങനെ ഇരുന്നിട്ടേ നേരെ തിരുവനന്തപുരത്തേക്ക് പോകണം. അതിന്റെ പുറകില് മുമ്പില് പോലീസുകാരോട് അതിനാണ് ഞാൻ ഇരുത്തിയേക്കണത്. അല്ലാതെ നിന്റെ കാര്യത്തിന് വേണ്ടിയൊന്നുമല്ല. ഈ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ഇരുന്ന് അപ്പനും നിങ്ങൾക്കറിയാലോ. പൊടി വെച്ച കാറിൽ അപ്പുറത്തിപ്പുറത്തും പോലീസ് അകമ്പടിയോടെ പോകണമെന്നായിരുന്നു. എന്നിട്ട് അവസാനം സംഭവിച്ചത് എന്തിനാണ്? പോലീസ് അകമ്പടിയോട് കൂടി തന്നെ അപ്പറെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ കണ്ടതല്ലേ? തിരുവനന്തപുരത്തേക്കല്ല, സെൻട്രൽ ജയിലിലേക്ക്. ഈ അമ്മച്ചി ഒരൊറ്റ ആളാണ് അതിന്റെ കാരണക്കാരി. മോൻ വിഷമിക്കല്ലേ മോനെ, മോനെ മോൻ വിഷമിക്കല്ലേ. എടാ മോനെ, ഒരു നേതാവാകാൻ ആർക്കും കഴിയും. പക്ഷെ ഒരു ജേതാവാകണമെങ്കിൽ കുറച്ച് വിഷമിക്കും. അതേ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ തന്ത്രങ്ങൾ ആ തന്ത്രങ്ങൾ അമ്മ പറഞ്ഞുതരാം. മോനെ, നേതാവാകണോ ജേതാവാകണോ? എനിക്കൊരു പെങ്കൊച്ചനും മാതാവാക്യമാണ്. ഓ എന്റെ ദൈവമേ, ഇവന് അന്നേ പള്ളിയിൽ അച്ഛനാക്കേണ്ടതായിരുന്നു. പിന്നെ ഇവന് ഈ ചോദ്യം ചോദിച്ചാൽ എന്റെ വാതിക്കൽ വരില്ല. ഞാൻ പള്ളിയിലെച്ചായിരുന്നെങ്കിൽ അമ്മ അപ്പാപ്പ കുമ്പസാരിക്കാൻ എന്റെ അടുത്ത് വന്നു. ഓ എന്റെ പൊന്നോ, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. കൂടെ പഠിച്ചവരൊക്കെ കുടുംബസമേത റെസ്റ്റോറന്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ചങ്കടിപ്പ് എന്താണെന്ന് നമുക്കറിയില്ല. എന്റെ ദൈവം, ഇവന് ഞാൻ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണത്? എടാ നിങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? യുദ്ധം തുടങ്ങിക്കോ, കാഹളം മുഴക്കിക്കോ, ബാക്കി കാര്യം ഞാൻ ഏറ്റി. ഇത് തന്നെയാണ്. എടാ എന്തിനാണ് ഇതിനെയൊക്കെ കൊണ്ട് കിടക്കണത്? നിനക്ക് ഒരു കാലത്തും ഗുണം പിടിക്കൂല. ഈ മേനാട്ടകളെ കൂടെ കളയടാപ്പ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചത്. ഓ പണിയൊക്കെ കഴിഞ്ഞോ? ഇത് എന്നാൽ ഈ പരിപ്പോടെ രണ്ടെണ്ണത്തിന് വേണ്ട വേണ്ട. അമ്മേ, ഇവർക്ക് വേണ്ടെന്ന് എന്നാ പട്ടി കൊടുത്തേക്ക്. എന്താ സഖാവേ മുഖം ചിക്കൻ ബർഗറിന് ചിമ്പാൻസിനെ പോലെ മരിച്ചു വന്നിട്ട് തന്തേടാ. എന്തോ മാനസികമായിട്ട് എന്തോ വിഷമമുണ്ട്. അല്ലെങ്കിൽ തന്തയ്ക്ക് വിളിക്കൂല. എന്താ കാര്യം പറ. സങ്കടമുണ്ടടാ, സങ്കടമുണ്ട്. ഇവിടെയാണ് സങ്കടം ഇരിക്കണത്. കറന്നിരുന്ന ഒരു കടൽക്കാരൻ്റെ കൂടെ ഉള്ളപ്പോ കണ്ട കാട്ടിക്കടന്ന കരാട്ടക്കാരനെ ഇവിടെ വിളിച്ചോണ്ട് വല്ല വല്ല കാര്യം ഉണ്ടാണോ? എടാ ഞാൻ പഠിപ്പിക്കത്തില്ലായിരുന്നടാ പിള്ളേരെ. എന്ത് കൈരളി? കൈരളി അല്ല, ഫ്ലവേഴ്സ്. അതെ, ആ കളരിന്നൊന്ന് മര്യാദ പറയാൻ പഠിക്കുന്നത് പഠിപ്പിക്കാം. കടത്തനാടൻ അടവുകൾ എത്ര എണ്ണം എന്റെ കയ്യിലുണ്ടെന്ന് അറിയാമോ? അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടടാ. ഓ, വയസ്സാം കാലത്തുള്ള പൂതി വെള്ളം അത് പെമ്പിള്ളേർക്ക്. നീ എന്നെ വയസ്സെന്ന് പറഞ്ഞ് കളിയാക്കുന്നു വേണ്ടേ? പറഞ്ഞേ എന്റെ കുടവേറെ മരുമോനെ. എടാ ഞാനൊന്ന് നിവർന്ന് നിന്നാ വേണ്ടതാ. അപ്പൊ ഇതുപോലെ ഉളുക്കും കോച്ചും എല്ലാ ആഴ്ചയിലെയും ആയുർവേദ ആസ്പത്രിയിൽ കൊണ്ടുപോകാനേ. ഇവിടെ പണം കാക്കുന്ന മരമൊന്നുമില്ല. അല്ല സഖാ, ഒരു കാര്യം, ജനങ്ങൾ പറയണ്ട അങ്ങനെ ഒരു മരം ഉണ്ടെന്ന്. സത്യത്തിൽ അങ്ങനെ ഒരു മരം ഉണ്ടോ? നിന്റെ വീട് എവിടെയാ? കണ്ടിപ്പിള്ളിക്കാം. അതിന്റെ കുഴപ്പ വണ്ടി അറിയില്ല. വിട്ട അണ്ടിപ്പള്ളിക്കാവൻ. എന്താ പഠിപ്പിക്കണ്ടേ നമുക്ക്? എന്താ പഠിപ്പിക്കടാ? ഞാൻ പഠിപ്പിക്കും. എനിക്ക് ഇഷ്ടമുള്ളത്തോട് പഠിപ്പിക്കും. നീ ആരാ ചോദിക്കാൻ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തർക്കിച്ചിരിക്കാണ്ട് ആ കരാട്ടക്കാരൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ അതാദ്യം ചെയ്തു കൊടുക്കാൻ നോക്ക്. രണ്ടുപേരും നേർക്കേറെ കണ്ട കീരിയും പാമ്പുവാ. ഈ പാമ്പിനെ ഞാൻ ഒരു ദിവസം കൊല്ലും. കാണിച്ചു തരാം. അപ്പൂപ്പാ, എന്താ മോളെ? നമുക്കേ ഈ മൂഡിലൊരു ടിക്ടോക്ക് അങ്ങോട്ട് കാച്ചാലോ? കേട്ടോ, ടിക്ടോക്ക് കാര്യം വന്നേക്കുന്നു. നമസ്കാരം. ഇപ്പോഴെങ്കിലും നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങൾക്കൊപ്പമാണെന്ന്. സ്ത്രീകളെ എതിരെ നടക്കുന്ന ഈ ആക്രമണം സത്യവതി വച്ച് പൊറുപ്പിക്കില്ല. ഈ ഗ്രാമത്തിലെ തന്നെ ജനങ്ങളുടെ സംരക്ഷണവും ക്ഷേമവും എന്താവട്ടെ, ശാക്തീകരണമൊക്കെ അതിനകത്തൂടെ ഉൾപ്പെടുന്നതാണ്. എല്ലാത്തിനും വെച്ചാ, എല്ലാത്തിനും, സൗന്ദര്യത്തിനും എല്ലാത്തിനും. ഇത് ശരിക്കും പറഞ്ഞാൽ അതെന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, എന്റെ പൊന്നോമനകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ല, നിങ്ങളുടെ. ഇത്രയും ക്ഷേമ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് തങ്കലിപികളിൽ എഴുതപ്പെടും. സത്യമാണ്. എഴുതി വെച്ചാ പോരാ, ചാണകം കൊണ്ട് മെഴുകി വെക്കണം. എഴുതി വെക്കും, ഞാൻ എഴുതി വെക്കും.
എനിക്ക് അത് മതി. നിങ്ങൾ എഴുതി വെക്കുമല്ലോ പറഞ്ഞു എപ്പോഴെങ്കിലും. പറഞ്ഞു പറഞ്ഞു. ചേട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് സത്യമേധ മാഡത്തിന്റെ വീടാണ്. പാലം കഴിഞ്ഞ് തെക്ക് നീങ്ങി മൂന്നാമത്തെ വീട്. ആ വണ്ടിക്കകത്താരാ? അല്ല ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന കാര്യം പ്രസിഡന്റ് ഞങ്ങളോടൊന്ന് ആലോചിക്കായിരുന്നു. ഇതൊരു മാതിരി നട്ടല്ലില്ലാത്ത പരിപാടി. ചില പരിപാടിക്കൊന്നും നട്ടല് വേണ്ടോ? ഇല്ലല്ലോ. ഇല്ല, നട്ടല്ലില്ലെന്ന് എനിക്കറിയാം. മോളെ ആ കരാട്ടക്കാരനെ വിളി, ഇവന്മാരൊക്കെ ഒന്ന് കാണട്ടെ. ഇപ്പം ഇവരൊക്കെ അല്ല, വിവരക്കേടൊന്ന് കാണട്ടെ. അല്ല, അവന് ഞാൻ വന്നു കഴിഞ്ഞാലേ കരാട്ടക്കാരൻ വന്നാലേ നിന്റെയൊക്കെ ഓരോ നട്ടല് ഇങ്ങനെ വലിച്ചു എടുത്തേ അവനിങ്ങനെ തലക്ക് ഭ്രാന്താണ്. നിങ്ങൾ ഏവരുടെയും സമ്മതത്തോടു കൂടി പ്രഗത്ഭനായ നമ്മളിവിടെ ക്ഷണിച്ചു വരുത്തിയ കരാട്ടെ മാസ്റ്റർ ബി വേണുഗോപാലിനെ ഈ സദസ്സിലേക്ക് ഈ പഞ്ചോടി പഞ്ചായത്തിലെ എല്ലാ നിവാസികൾക്കും ബി വേണുഗോപാലിന്റെ ഹൂസ്. കമോൺ എവരിബഡി, എല്ലാവരും ഒരുമിച്ച് 1 2 3 4. ഇവർക്കൊക്കെ പ്രാന്താണോ? പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഈ സത്യവതി മാഡം ഏറെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അങ്ങ് ഹോങ്കോങ്ങിൽ, കിങ്കോങ് അല്ല, അങ്ങ് ഹോങ്കോങ്ങിൽ, അത് രാജ്യമാണ്, ഫിഗറുണ്ട്, അങ്ങ് ഹോങ്കോങ്ങിൽ കരാട്ടെ ലോക ചാമ്പ്യൻഷിപ്പിന് പോയിരുന്ന ഞാൻ ആ ടിക്കറ്റ് പോലും ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത് എന്തിനു വേണ്ടി? കമോൺ കമോൺ, എന്തിനു വേണ്ടി? ഈ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് കരാട്ടെ പരിശീലിപ്പിക്കാൻ വേണ്ടി. എല്ലാവരും സഹകരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ പ്രഗത്ഭനായ നമ്മുടെ കരാട്ടെ മാസ്റ്റർ ഇനി അദ്ദേഹത്തിന്റെ നാവ് കൊണ്ടല്ല ഈ കൈ കൊണ്ടായിരിക്കും ഉത്തരം ഈ മംഗളകരമായ കർമ്മം അതിഗംഭീരമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട, നമ്മൾക്ക് ഏവർക്കും സുപരിചിതനായ ഫാദർ ജോസഫ് പുത്തൻപുരക്കലിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ചോ, ഈ പഞ്ചവടി പഞ്ചായത്തിൽ അങ്ങയുടെ ഒരു സാന്നിധ്യം ഞങ്ങൾ ഏറെ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നതാണ്. അപ്പം അതിലേക്ക് ഇവിടെ വന്നതിന് ഞങ്ങൾ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേക ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ സ്ത്രീ ആക്രമണം നിറയെ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ വിദഗ്ധനായ ശ്രീ വേണുഗോപാലിനെ ഞങ്ങൾ ദൂരത്തുനിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഞങ്ങൾ അങ്ങേ കൊണ്ട് പ്രതീക്ഷിക്കുന്നത്. പഞ്ചവടി പഞ്ചായത്തിലെ സ്ത്രീകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂടി കണ്ടതിലും സന്തോഷം. ഒരു പഞ്ചായത്താകുമ്പം പല ഗ്രൂപ്പുകളും പല അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരു പൊതുകാര്യം വരുമ്പം അതെല്ലാം മറന്നിട്ട് ഒന്നിച്ച് നിൽക്കുക, ഒന്നിച്ച് നിന്ന് ഈ സംരംഭത്തെ വിജയിപ്പിക്കാനായിട്ട് സാധിക്കുന്നതൊക്കെ ചെയ്യുക. കുടുംബജീവിതവും ഒക്കെ ആയിട്ട് കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഈ പഞ്ചായത്തിൽ മാത്രമല്ല കുടുംബത്തിനകത്തുമുണ്ട് കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ എല്ലായിടത്തും. അപ്പം അതൊക്കെ നമ്മൾ പരിഹരിച്ച് പോവുക. ഒരു സ്ത്രീ ഭർത്താവിനോട് പറഞ്ഞ് ഞാനിവിടുത്തെ പണിക്കാരിയാണ്, പാത്രം കഴുകുന്നു, തുണി അലക്കുന്നു, വെയിറ്റ് തുടയ്ക്കുന്നു, എനിക്ക് ഡെയിലി 750 രൂപ കൂലി വേണം, എത്രയും പണിയുന്നവളല്ലേ, കിട്ടിയാൽ പറഞ്ഞ് തരാവടി 1000 തരാം, പക്ഷെ പണിക്കാരിയെ മടുക്കുമ്പോൾ വേറെ ആളെ മാറ്റിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി എനിക്ക് തന്നേക്കണം. അപ്പം കുടുംബത്തിലുണ്ട് കൊച്ചു കൊച്ചു പ്രശ്നം, സമൂഹത്തിലുണ്ട്. അപ്പം സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും മറ്റും കാലമാണിത്. അങ്ങനെയുള്ള ഒരു ലോകത്ത് സ്ത്രീകളുടെ സംരക്ഷണത്തിന്
ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതിനും അതിന് നല്ല ഒരു കരാട്ടെ മാസ്റ്ററെ സംരക്ഷകനായി കൊണ്ടുവന്നതിലൊക്കെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ പ്രോഗ്രാം സ്നേഹത്തോടെ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പം ഒരുപാട് സന്തോഷം. ദേശവാസികളായ നിങ്ങളെയൊക്കെ കണ്ടതിൽ നല്ല ഒരു സംരംഭമാണ്. സ്ത്രീ എന്നും അവളുടെ ഹൃദയത്തിന് 4 അറകളുണ്ട്. ഒരറയിൽ ഒരമ്മ, മറ്റൊരറയിൽ ഒരു സുഹൃത്ത്, വേറൊരു അറയിൽ ഒരു സന്യാസിനി, ഒരറയിൽ ഒരു ഭാര്യ. അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾക്ക് സമൂഹത്തിൽ നല്ല സ്ഥാനം കൊടുക്കണം. നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ സ്ത്രീയെ ഒരു അമ്മ ഭാവത്തിൽ കണ്ട ഒരു പാരമ്പര്യമാണ്. അങ്ങനെയുള്ള അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആ ആഹാരം മാതാവ്, മാതാവിനെ ആഹാരമാക്കിയാണ് കൊച്ചിൻ്റെ വളർച്ച. അപ്പോൾ അങ്ങനെയുള്ള ഒരമ്മ, ആ സ്ത്രീക്ക് സമൂഹത്തിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക. അതിന് ഈ പഞ്ചായത്ത് എടുക്കുന്ന നല്ല സ്റ്റെപ്പിന് അനുമോദനങ്ങൾ. ഇതിനെ നയിക്കുന്നവരെയും ഒത്തു പ്രവർത്തിക്കുന്നവരെയും വിവിധങ്ങളായ അഭിപ്രായമുള്ളവരെല്ലാവരെയും സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നതായി പ്രഖ്യാപിക്കുന്നു. Yeah.